പാവപ്പെട്ടവന് 2000 രൂപ പെൻഷൻ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന വിവരക്കേട് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പെൻഷൻ വർദ്ധിപ്പിച്ചത് എങ്ങനെ കൊടുക്കുമെന്നോർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടെന്നും ഒരു കാലത്തും കോൺഗ്രസ് ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പൂപ്പാറയിൽ ദേവികുളം എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയൻ ATUC ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ കുടുംബമായി കണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. പ്രതിസന്ധികളെ അതിജീവിച്ച പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയെന്ന വിവരക്കേട് പറയുകയാണ് കോൺഗ്രസ്. ബാധ്യതകളെ ഓർത്ത് കോൺഗ്രസ് വിഷമിക്കേണ്ടതില്ല. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ എത്തില്ല എന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. പൂപ്പാറയിൽ പുതുക്കി പണിത DEW യൂണിയൻ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ P. പള്ളിവേൽ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഇവിടുത്തെ പാവപ്പെട്ടവന് അവന്റെ വീട്ടിൽ 2000 രൂപ ഒരു മാസത്തിൽ കിട്ടുമ്പോൾ അത് കൈക്കൂലിയാണെന്ന് പറയാനുള്ള വിവരക്കേട് കാട്ടിച്ചൊരു പാർട്ടി ഈ നാട്ടിലുണ്ട്. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അവരൊന്നും ചെയ്യൂല. അവര് പറയും പൈസയില്ല, ഏത് പറഞ്ഞാലും പൈസയില്ല. ഒരു തറവാട്ടിലെ കാരണവരുണ്ടാവില്ലേ? കാരണവര് മരുമക്കളെ കാര്യമെല്ലാം നോക്കേണ്ട ആളല്ലേ? ഇപ്പൊ UDF ഇപ്പൊ എന്താ ഏർപ്പാടെന്നറിയോ? ഇതൊക്കെ കൊടുക്കുമ്പോൾ പറയാ കൊടുത്തോ. ഇനി അടുത്ത ഗവൺമെന്റ് വന്ന് ആരാ കൊടുക്കണ്ടേ? UDF നിങ്ങൾ കൊടുക്കണ്ടപ്പ. അടുത്ത ഗവൺമെന്റ് നിങ്ങൾ ആളെ കൊടുക്കാൻ പറ്റും? നിങ്ങളൊരു ജമ്പത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമോ? സാധാരണ കേരളത്തിൽ ഏർപ്പാടുണ്ട്, ഒന്ന് LDF ഒന്ന് UDF അല്ലേ? ഓഫീസിനുള്ളിൽ അന്തരിച്ച തൊഴിലാളി നേതാവ് P. പള്ളിവേലിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച 100 കണക്കിന് തോട്ടം തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനവും സംഘടിപ്പിച്ചു. യോഗത്തിൽ MB ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, P. മുത്തുപാണ്ടി, GN ഗുരുനാഥൻ, CU ജോയി, KC ആലീസ്, PT മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.